നമ്മുടെ പ്രതിരോധ മേഖലയിൽ അടുത്ത കാലത്തായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് സോഫ്റ്റ് മിസൈൽ. ഇപ്പോൾ ഒരു അമേരിക്കൻ യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അതിന് കേടുപറ്റി എന്ന് പറഞ്ഞ എമർജൻസി ലാൻഡിംഗ് ആവശ്യപ്പെടുകയും ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ഏതാണ്ട് ഒരു മാസം എടുത്തു അത് ശരിയാക്കി തിരിച്ചു പോകാൻ. അത് ഈ സോഫ്റ്റ് മിസൈലുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം അതിനുള്ളിൽ നടന്നു, അതുകൊണ്ടാണ് ഈ വിമാനത്തിന് കേടുപറ്റിയത് എന്നിങ്ങനെ കേട്ടായിരുന്നു. എന്താണ് ഈ സോഫ്റ്റ് മിസൈൽ? ഇതെങ്ങനെയാണ് ഈ വിമാനങ്ങളെ കേടുവരുത്തുന്നത്? ഈ പ്രതിരോധ മേഖലയിൽ സത്യങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്നതാണ് റൂമറുകൾ. നുണകളെന്ന് പറയാൻ പറ്റില്ല, റൂമർ എന്ന് പറയുമ്പോൾ ഇത് നുണയെന്ന് പറയാനും പറ്റത്തില്ല. അതിനകത്ത് സത്യത്തിന്റെ ഒരു അംശമുണ്ട്, സത്യവും പിന്നെ കുറച്ച് അതിശയോക്തികളും എല്ലാം കാണും. അത് ഊഹാപോഹം ഉണ്ടാവാൻ കാരണം അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഊഹാപോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നി പോലുള്ള മിസൈലൊക്കെ നമ്മൾ പരീക്ഷിക്കുമ്പോഴത്തേക്ക് പബ്ലിക്കിന് കാണാൻ പറ്റും, പബ്ലിക്കിന് അത് വിലയിരുത്താൻ പറ്റും, മീഡിയയ്ക്ക് കവറേജ് ഉണ്ട്, മീഡിയയ്ക്ക് ഒരു പരിധി വരെ ആക്സസ് കൊടുക്കുന്നുണ്ട്. കാര്യം അത് ഈ വെപ്പൺസിനെ പറ്റിയിട്ട് മറ്റുള്ളവരിൽ ഒരു ഭീതി ജനിപ്പിക്കുക എന്നുള്ളൊരു സൈക്കോളജിയും കൂടെ അതിനകത്ത് ഉണ്ടാവണം. ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ മിത്രരാജ്യ പട്ടികയിൽ പെടാത്തവർക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഉള്ളത് പബ്ലിക്കായിട്ടുള്ള പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പം ഡിഫൻസിന് തന്നെ അതിൻ്റെ ഒരു രഹസ്യാത്മകതയുണ്ടല്ലോ. അപ്പോൾ ഈ രഹസ്യമായിട്ട് പല വെപ്പൺസും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ നിഷേധിക്കുന്നില്ല. ഇന്ത്യ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും നിഷേധിക്കത്തില്ല. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ മാതിരി ഒരു വിമാനം വന്ന് ഇവിടെ കിടന്നു, 36 ദിവസം ഇവിടെ കിടന്നു, എന്നിട്ട് തിരിച്ചു പോയി. അത് എന്തുകൊണ്ട് കിടന്നു എന്നോ എന്തുകൊണ്ട് പോയി എന്നോ എന്തുകൊണ്ട് വന്നെന്നോ കൃത്യമായിട്ട് അത് പറയേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സാണ് പറയേണ്ടത്. ഇന്ത്യൻ എയർഫോഴ്സ് അതിനെ പറ്റിയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഔദ്യോഗികമായിട്ടൊന്നും പറയുന്നതിന് നമുക്കും ഔദ്യോഗികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സോഫ്റ്റ് മിസൈൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ, മിസൈൽ അല്ല യഥാർത്ഥത്തിൽ, അവ ഡയറക്റ്റ് എനർജി വെപ്പൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ പേര് മാത്രമാണ് ഈ അത് നമ്മളൊരു വിളിപ്പേരാണ് സോഫ്റ്റ് മിസൈൽ എന്ന്, ഈ ചെല്ലപ്പേരാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ഡയറക്റ്റ് എനർജി വെപ്പൺസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ടാണ്. ഇപ്പം നമ്മൾ ലേസർ പോലെ അല്ലെങ്കിൽ മൈക്രോവേവ് പോലെയുള്ള ശക്തമായിട്ടുള്ള എനർജി വെപ്പൺസ്, എനർജി നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലോട്ട് നമ്മൾ അയക്കുക, എന്നിട്ട് അതിന് വരുന്ന കേടുപാടുകൾ ചെയ്യുക. ഇപ്പം ഈ ഇന്ത്യ അതിനകത്ത് വികസിപ്പിച്ചിരിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ പബ്ലിക് ഡൊമൈനിലുള്ളത് KALI എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റാണ്. കാളി. അത് കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ എന്നാണ് അതിൻ്റെ പേര്, മുഴുവൻ പേര്. കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ. നമ്മൾ സീരിയലായിട്ട് ഒരു ചുരുക്കപ്പേരാണ്. ഇതിങ്ങനെ നമ്മളൊരു ടോർച്ച് ലൈറ്റ് വളരെ പോയിന്റഡ് തെറ്റായി നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ലേസർ ബീം പോകുമ്പോൾ എങ്ങനെ പോകുന്നു, അതേ രീതിയിൽ ഒരു മൈക്രോവേവ് റേസ് അത് വളരെ ഹൈ ആംബിയറിലുള്ള ഭയങ്കരമായിട്ടുള്ള എനർജി വിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇത് DRDO വികസിപ്പിക്കുന്നത് 1985-കളിലാണ് ഈ പ്രൊജക്റ്റ് പോകുന്നത്. ഏകദേശം 40 വർഷത്തോളം രഹസ്യമായിട്ട് തുടരുന്ന ഒരു രഹസ്യം തന്നെയാണ് അത്. അപ്പോൾ അതിൽ ഈ ബാബ അറ്റോമിക് റിസർച്ച്, നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ റിസർച്ച് ബാർക്കിൻ്റെ ഒരു ഡിവിഷനുമായിട്ട് ചേർന്ന് DRDO വികസിപ്പിച്ചെടുത്ത ഒരു വെപ്പണാണ്. ലോകത്ത് തന്നെ റഷ്യയ്ക്ക് ഈ വെപ്പൺസ് ഉള്ളതായിട്ട് പബ്ലിക് മീഡിയയിലില്ല. ചൈനയും ജപ്പാനും അമേരിക്കയാണ് ഇത്തരത്തിൽ ലോകത്ത് ഈ വെപ്പൺസ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇവരാരും ഉപയോഗിക്കുന്നില്ല, ഇവരെല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെയെങ്കിലും ഒരു ഓപ്പറേഷനിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിലൂടെ അടയാളപ്പെടുത്തിയായിട്ട് കാണുന്നില്ല. ഇന്ത്യ തെളിവുകളൊന്നുമില്ല. പക്ഷെ നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും 85 തൊട്ട് 2004 മറ്റോ മനോജ് പരീക്കർ അടുത്തൊരു ചോദ്യം ചോദിച്ചായിരുന്നു, പാർലമെന്റ് ക്വസ്റ്റ്യൻ. മനോഹർ പരീക്കർ അടുത്ത് പാർലമെന്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡിഫൻസ് മാറ്ററാണ്, ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല. അത് പക്ഷേ 2014 ശേഷം അതന്നെ 2004 കമ്മീഷൻ ചെയ്തിട്ടെങ്കിലും 2014 ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നത് അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്നാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ ഡിഫൻസ് അതൊരു BJP MP-യുടെ ചോദ്യത്തിന് ഉത്തരമായിരുന്നു എന്ന് ആലോചിക്കണം. ഇപ്പോൾ പറഞ്ഞു അതെ, ഈ പ്രതിരോധ രഹസ്യങ്ങൾ എല്ലാ കാലത്തും പ്രതിരോധ രഹസ്യങ്ങളാണ്. അത് റിവീൽ ചെയ്യേണ്ട ഒരു സമയം വരും. ആ സമയം വരെ അത് രഹസ്യമായിട്ടിരുന്നാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഇന്റർഫിയറൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പല സാങ്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലതൊക്കെ നമ്മൾ രഹസ്യമായിട്ട് തന്നെ ഇരിക്കും, ചില രഹസ്യങ്ങളായിട്ട് തന്നെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കാളി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് 85-ൽ നമ്മൾ തുടങ്ങിയതാണ്.
ഇന്ത്യയിലെ DRDO വളരെ കീനായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്ട് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ മാത്രമേ ഇത് ഉപദ്രവിക്കുകയുള്ളൂ. നമ്മുടെ എയർ ഫ്രെയിമിനൊന്നും വലിയ കേട് വരുത്തത്തില്ല. അതായത് വിമാനത്തിൻ്റെ ബോഡിക്കൊന്നും വലിയ കേട് വരുത്തത്തില്ല. ഈ ഹൈ എനർജി വേവ്സ് ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത് കടന്നിട്ട് അതിനെ കംപ്ലീറ്റ് ജാം ചെയ്ത് കളയും, അതിനെ കംപ്ലീറ്റ് നശിപ്പിച്ച് കളയും. ജാമിങ് അല്ല, താൽക്കാലികമായിട്ടുള്ള ജാമിങ് അല്ല, അതിനെ പെർമനന്റ് ആയിട്ട് നശിപ്പിച്ച് കളയും. സ്തംഭിപ്പിക്കുകയല്ല, അതിനെ പ്രവർത്തനരഹിതമാണ്, അത് നശിപ്പിച്ച് കളയും. ഡിസ്ട്രോയിങ് ആണ്. കാര്യം ഇത്രയും ആംബിയർ കറണ്ട് അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് സർക്യൂട്ടുകളും അതിൻ്റെ എല്ലാം അടിച്ചു പോകും. അത്രയും എനർജി അതിന് താങ്ങാൻ പറ്റത്തില്ല. ഈവൻ ഹ്യൂമൻ ബോഡിയിൽ വരെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ പൈലറ്റ് വളരെ തളർന്ന് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ചിലപ്പം ചിലർക്കൊക്കെ അങ്ങനെ സംശയം തോന്നിയെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ F-35 അതെ കാര്യം അല്ല, അത് ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ വിമാനത്തിന്റെ അടുത്തൊരു കസേരയിട്ട് അങ്ങ് ഇരിക്കുകയാണ്, ഊണും ഉറക്കവും കളഞ്ഞ്, അവിടുന്ന് മാറുന്നില്ല. അതൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കണ്ടപ്പോഴേ നമുക്കറിയാം ഇന്നതായിരിക്കും, നമുക്ക് ഊഹിക്കാം. പക്ഷേ കൃത്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് ഒരു ഡിക്ലറേഷൻ വരുന്നത് വരെ നമുക്ക് എല്ലാത്തിനും സംശയങ്ങൾക്ക് ഇടവിട്ട്, അതുകൊണ്ടാണല്ലോ എയർ ചീഫോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസിന്റെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ ആരും പ്രധാനപ്പെട്ട ആരും അതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വിമാനം വന്നു, റീഫ്യൂൽ ചെയ്തു, പോയി. റീഫ്യൂലിംഗ് ആണെങ്കിൽ പൈലറ്റ് വെളിയിറങ്ങേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. റീഫ്യൂലിംഗ് ആണെങ്കിൽ അത് തന്നെ അവർക്കൊക്കെ ഇതിനൊക്കെ എയർ ടു എയർ റീഫ്യൂലിംഗ് ഉണ്ട്. അതായത് വേറൊരു വലിയ വിമാനത്തിൽ നിന്ന് ഇതിനകത്ത് ആകാശത്ത് വെച്ച് അതുമല്ല ഈ പിന്നെ തിരിച്ച് ലാൻഡ് ചെയ്യാൻ അധികം ഇന്ധനത്തിന്റെ ആവശ്യം ഇത്തരം വിമാനങ്ങൾക്കില്ല. ഗ്ലൈഡ് ചെയ്ത് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെ അവർക്കുണ്ട്. F-35 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും ആധുനികമായ ഒരു എയർക്രാഫ്റ്റാണ്. അപ്പോൾ അതിനകത്തില്ലാത്ത ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അപ്പം അത് അവരുടെ പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ ഡിഫൻസിൽ, ഞാൻ ആദ്യം പറഞ്ഞു ഡിഫൻസിൽ പറയുന്ന ഒന്നും സത്യമായിരിക്കില്ല. അവർ റീഫ്യൂലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അത് റീഫ്യൂലിംഗ് അല്ലാതെ വേറെന്തോ ആയിരിക്കും എന്ന് നമ്മൾ എപ്പോഴും കണക്ക് കൂട്ടും. അങ്ങനെയാണ് ഈ ലോകം, അങ്ങനെയാണ്, അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. റീഫ്യൂലിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു തമാശയായിട്ടാണ് തോന്നിയത്. ഇവിടെ ഇന്ധനം തീർന്നൊരു വിമാനം ഇറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് തമാശയാണ്. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്തൊരു ഗസ്റ്റാണ്. എന്നാൽ എനിമി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് എയർക്രാഫ്റ്റ് ആണ്, നമ്മൾ എനിമി അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്തംഭിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അതായത് ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു അതിഥിയാണ്. ആ അതിഥിയെ നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ കൈകാര്യം ചെയ്ത് ആയിരിക്കാം. ഞാൻ അതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ ആളുമല്ല. ആയിരിക്കാനൊരു സാധ്യത. ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വെപ്പൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആകാശത്തേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടാതെ ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഒരു വിമാനം തന്നെയോ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനകത്ത് നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. ഒരു മിസൈൽ ഉപയോഗിച്ച് തകർക്കാനേ പറ്റത്തുള്ളൂ. അപ്പം അത് നമുക്ക് ശത്രുവാണോ മിത്രമാണോ എന്ന് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പം പാകിസ്ഥാന് ആ ബോർഡറൊക്കെ നോർത്ത് ഇന്ത്യൻ നമ്മളെ കര ബോർഡറുകളെല്ലാം നമുക്ക് ശത്രുക്കളാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്നാലും മ്യാൻമറൊന്നും നമ്മുടെ ശത്രുക്കളല്ല. മ്യാൻമർ ബോർഡർ എന്ന് പറഞ്ഞ ഒരു സാധനം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ് മിസൈൽ എന്ന് പറയുന്ന ഡയറക്റ്റ് എനർജി വെപ്പൺസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എനർജി അതിനകത്തോട്ട് മിന്നിച്ച് കഴിഞ്ഞാൽ നാനോ സെക്കൻഡുകളായിരിക്കും അതിൻ്റെ എനർജി. 1 മിനിറ്റൊന്നും ഉണ്ടാവില്ല, നാനോ സെക്കൻഡ്, 1 സെക്കൻഡ് പോലും ഉണ്ടാവില്ല. 1 സെക്കൻഡ് നാനോ സെക്കൻഡൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റും. അത് അത്രയും കൊണ്ട് നമുക്ക് ആ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും വരുന്ന അതിഥിയെ, ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥിയെ വരിഞ്ഞു കെട്ടി നിലത്തിറക്കും. അല്ല, നമ്മൾ അവർക്കൊരു ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇപ്പോൾ നമ്മൾ പാമ്പിനെ കടിക്കുമ്പോഴത്തേക്ക് ആദ്യം ചെറിയൊരു കടി കടിക്കുക. അത് ഇരയ്ക്ക് വേണ്ടിയിട്ട് കടിക്കുമ്പോഴത്തേക്ക് ഫുൾ വിഷം കൊടുക്കത്തില്ല, കുറച്ച് വിഷം കൊടുക്കത്തുള്ളൂ. അതേമാതിരി ഇതൊരു ചെറിയ ഒരു ഷോക്കാണ്. നിങ്ങൾക്ക് യു ആർ നോട്ട് ഇൻവൈറ്റഡ്. അപ്പം അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഇന്നാരാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ജീവൻ രക്ഷിക്കാൻ പറ്റും, വിമാനവും രക്ഷിക്കാൻ പറ്റും. പക്ഷേ അവൻ്റെ ഏവിയോണിക്സ് കംപ്ലീറ്റ് തകർന്നു പോകും. അത് തിരിച്ച് കൊണ്ടുവന്ന് പുതിയതായിട്ട് ആ ഏവിയോണിക്സ് സിസ്റ്റം ഒന്നേന്ന് കൊണ്ടുവന്ന് റീഫർബിഷ് ചെയ്താലേ ഇതെടുത്തിട്ട് പോകാൻ സാധിക്കും. പിന്നെ പറന്നു പോകാൻ സാധിക്കും. വിമാനമാണെങ്കിൽ, ഡ്രോണും മിസൈലും ആണെങ്കിലും ഓൺ ദ സ്പോട്ട് അതങ്ങ് തീരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമായിരിക്കാം. ഇസ്രായേലിന്റെ അയൺ ഡോം പോലെ അല്ല, അയൺ ഡോമിനകത്ത് മിസൈൽസ് ആണ് അവർ വെച്ചിരിക്കുന്നത്. അയൺ ഡോമിനകത്ത് മിസൈലാണ്. ഇത് ഇസ്രായേൽ പോലും ഈ വെപ്പൺ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല. ഇതൊരു നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന
നമ്മൾ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന അതേ വേവ്സ് തന്നെ നമ്മൾ ശകലം കൂടെ അതിൽ ആംബിയർ കൂട്ടിയിട്ട് അതിനകത്ത് ഇപ്പം ഇത് പരസ്യമാക്കാത്തതിന് കാരണം ഇതിൽ പല വെർഷൻസ് നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കാളി 80 എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അത് 100 ആയി, 200 ആയി, 400 ആയി, 1000 ആയി, 5000 ആയി. ഇപ്പോൾ ഏകദേശം 10,000-ന്റെ റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. ഏകദേശം ഒരു 5ാമത്തെ 6ാമത്തെ ജനറേഷനിലോട്ട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴും മറ്റ് രാജ്യങ്ങൾ ഓപ്പണായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും. പിന്നെ ഇതുപോലുള്ള ചിലപ്പോൾ ഏതെങ്കിലും ചില സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലും ചിലപ്പോൾ ഈ ഡ്രോൺസിനെയൊക്കെ തകർക്കാൻ ഇത് ഉപയോഗിച്ചിരിക്കാം. എന്തായാലും നമ്മൾ 85 തൊട്ട് ഡെവലപ്പ് ചെയ്ത ഒരു എക്യുപ്മെൻറ്റ് എന്തായാലും നമ്മൾ ഷോക്കേസിൽ വയ്ക്കത്തില്ലല്ലോ. നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കാം. പല ഡ്രോണുകളും വീഴ്ത്തിയത് അങ്ങനെ ആയിരിക്കാം. കാര്യം 4500ഓളം വെപ്പൺസാണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചത്. 4500 ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഇതിനെയൊക്കെ തകർക്കണമെങ്കിൽ പിന്നെ മറ്റ് സംവിധാനങ്ങളിലെക്കാളും കൂടുതൽ യോജിക്കുന്നത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളായിരിക്കും എന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുന്ന എല്ലാ ഊഹാപോഹങ്ങളാണ്. കാളി എന്നുള്ള ഒരു പേര് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഊഹമാണ്. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളൊന്നും ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. മന്ത്രിമാരുടെ അടുത്ത് ചോദിച്ചിട്ട് അവരൊന്നും ഉത്തരം പറയുന്നില്ല. അതൊരു രഹസ്യാത്മകയാണല്ലോ സൈന്യത്തിന്റെ രഹസ്യമായിരിക്കട്ടെ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.